ഐക്യയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത് അത്യാവശ്യം കുറച്ച് വലിയ വ്ളോഗ് തന്നെയാണ് കേട്ടോ. ഹോം ഫർണിച്ചർ, ഡെക്കോർ ഐറ്റംസ്, കിച്ചൺ ഐറ്റംസ്, കിഡ്സ് പ്രൊഡക്ട്സ് എല്ലാം ഒരേ കൊടക്കീഴിൽ എന്ന പോലെയാണ് ഐക്യയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ തുടങ്ങുന്നത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കാണ് പോണത്. ഫസ്റ്റ് ഫ്ലോറിലാണ് പേയ്മെൻറ്റും അതുപോലെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ തുടക്കം വരുന്നത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ്. അപ്പം അങ്ങോട്ടേക്കാണ് കേട്ടോ ഇപ്പോൾ പോണത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു സെറാമിക്കിൻ്റെ പ്ലേറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതിന് എല്ലാത്തിനും 2 റിയാലാണ് കേട്ടോ വരുന്നത്. ചെറുത്, പിന്നെ അതിൻ്റെ വലുത്, പിന്നെ പല സൈസിലുള്ള ബൗള്, ഇതിനെല്ലാത്തിനും ഓരോന്നിനും 2 റിയാൽ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് കണ്ടില്ലേ, പ്ലേറ്റും അതുപോലെ സ്പൂണൊക്കെ വെക്കുന്നത്, ഇതിന് 5 റിയാലാണ് കേട്ടോ വരുന്നത്. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇത് നമ്മുടെ ഷർട്ടുമ്മൽ നിന്നൊക്കെ ആ ഒരു പൊടി ഇതൊക്കെ കളയില്ലേ, അങ്ങനത്തെ ആ റോളറില്ലേ, അതാണ് കേട്ടോ. ഇതിന് 9.50 റേറ്റ് വരുന്നത്. പിന്നെ ഇതുപോലത്തെ കുറേ ബാസ്ക്കറ്റുകൾ ഉണ്ട് കേട്ടോ. ഇത് 5 റിയാലിൻ്റെ, 1 റിയാലിൻ്റെ, 2 റിയാലിൻ്റെ ഒക്കെ ഒരുപാടുണ്ട്. നമ്മുടെ വീട്ടിലില്ലേ കിച്ചൺ എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതുപോലെ ബെഡ്റൂം എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇതൊക്കെ എങ്ങനെ ഭംഗിയിൽ സെറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു രൂപം നമുക്ക് ഐക്യയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ചെടിയുടെ ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും അകലെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് 9.50 എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ടീ പോട്ടില്ലേ, ഇതിനും 29 റിയാലാണ് കേട്ടോ വരുന്നത്. പിന്നെ അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സില്ലേ, അതിന് 5 റിയാലാണ് കേട്ടോ. ഇനിയിപ്പോ സോഫയുടെ ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫർണിച്ചർ, ഹോം പ്രൊഡക്ട്സ് ഇതൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഐക്യയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ ഖത്തറിൽ വന്ന സമയത്ത് വാങ്ങിയിട്ടുള്ള പല സാധനങ്ങളും ഇപ്പോഴും അതേപോലെ കേടാവാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 8-9 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും അത് നമ്മളിൽ കേടാവാണ്ടിരിക്കുന്നുണ്ട്. ആ സാധനങ്ങളൊക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ് കേട്ടോ ഐക്യ. പിന്നെ ഈ ഒരു ട്രേ അല്ലേ, ഇത് നമ്മുടെ ആദ്യത്തെ ചാനലിലെ വീഡിയോസിലും ഷോർട്സിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ട്രേ ആണ്. ഇത് നമ്മൾ ഖത്തറിൽ വന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോഴും നമ്മളേല് ഒരു കംപ്ലൈന്റും കൂടാണ്ട് ഇതിന്റെ പെയിന്റ് പോവേ, കളറ് പോവേ, അല്ലെങ്കിൽ ഒന്നും പറ്റാണ്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ആ ക്യാൻഡലിൻ്റെ ഇതിനൊക്കെ 4 റിയാൽ 3 റിയാലൊക്കെയാണ്. ട്രേക്ക് വരുന്നത് 9 റിയാലാണ് കേട്ടോ. പിന്നെ ഈ ഒരു കപ്പില്ലേ, ഇതിന്റെ പല കളർ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 3 റിയാലാണ് വരുന്നുള്ളൂ. സെറാമിക്കിന്റെ ആണ്. പിന്നെ ഈ കോഫി ബീറ്ററൊക്കെ 7.50 കേട്ടോ വരുന്നത്. നമ്മളിന്ന് മെയിനായിട്ട് ഇവിടെ വന്നത് തന്നെ ഈ ഒരു ഇത് എടുക്കാൻ വേണ്ടി, ഈ ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് 2നും കൂടെ 15 റിയാലാണ് വരുന്നത്. പിന്നെ ഇതുപോലെ നമുക്ക് മണി പ്ലാന്റ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ ചില്ലിൻ്റെ ബോട്ടിലുകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
ഇതിനൊക്കെ 4.50 കേട്ടോ വരുന്നത്. ഇതുപോലെ ഒരുപാട് ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ. ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്, കുറേ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഷെൽഫ് കണ്ടില്ലേ, അതിനാണ് കേട്ടോ 179 റിയാൽ വരുന്നത്. പിന്നെ ഇങ്ങനെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറും അതുപോലെ കുറേ ചില്ലിൻ്റെ ഫ്ലവർ പോട്ടൊക്കെ ആണ് കേട്ടോ ഈ ഒരു സെക്ഷനിലുള്ളത്. ആ ഒരു ഫ്ലവർ പോട്ടിന് 6 റിയാലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു പ്ലേറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. ഒരെണ്ണത്തിന് 15 റിയാലാണ്, അതിൻ്റെ വലുതിന് 19 റിയാലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു കപ്പിന് 12 റിയാലാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ പല സൈസിലുള്ള ബൗളുകളും ഉണ്ട്. അതൊക്കെ 15 റിയാല് 19 റിയാല് ആ റേറ്റിലാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള പ്ലേറ്റ്, ഗ്ലാസ്, ചെറിയ ബൗള്, സ്പൂണ് അതൊക്കെയാണ് കേട്ടാ. നമുക്ക് വലിയവർക്കും കിച്ചണിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് മറ്റേ വുഡന്റെ പ്ലേറ്റ് ഒക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത്. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പ്ലേറ്റ് കണ്ടില്ലേ, ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് 9 റിയാലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് നമ്മളെ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു കപ്പ്. പിന്നെ ഇത് നമ്മളെ സ്ലേമ വെക്കുന്ന ഷീറ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് ഗ്ലാസ്സൊക്കെ ഇതുമ്മൊക്കെ അമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വലിച്ചെടുക്കും. അപ്പം സ്ലേമേലൊന്നും അങ്ങനെ വെള്ളം ആവില്ല. പിന്നെ ഇത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കില്ല, ആ ഒരു ഇതാണ് കേട്ടോ. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 19.50 കേട്ടോ വരുന്നത്. പിന്നെ ഗ്രില്ലിൻ്റെ ട്രേ ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ചില്ലിൻ്റെ ജാറുകളില്ലേ, ഇങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ, പല തരത്തിലുള്ളതുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റീലിന്റെ പാത്രം കണ്ടില്ലേ, ഇതിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. നമ്മളിത് കുറേ മുമ്പ് വാങ്ങിയത്, നമ്മളതിൽ ഇപ്പോഴും ഒരു കംപ്ലൈന്റും ഇല്ലാണ്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് 25 റിയാലാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ സിലിക്കോണിന്റെ ഇതില്ലേ കവറാണ് കേട്ടോ. നമ്മള് ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും എല്ലാത്തിനും പറ്റിയിട്ടുള്ളതാണ്. ഇതിന് അത്യാവശ്യം റേറ്റ് കൂടുതലാണ് കേട്ടോ. 3 എണ്ണമാണ് വരുന്നത്, 49 റിയാലുണ്ട്.
ഇതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള കുറെ പാത്രങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ വുഡന്റെ ബൗളാണ് കേട്ടോ. ഇത് ഒരെണ്ണത്തിന് 39 റിയാലാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതും ഈ ചായയൊക്കെ വെക്കണ പാത്രമാണ് കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു സ്റ്റീലിന്റെ ബൗൾ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല കട്ടിയുള്ള പാത്രമാണ്. ഇതിന് റേറ്റ് വരുന്നത് 17 എങ്ങാണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ 5 റിയാലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്ര സ്റ്റാൻഡില്ലേ, ഇതും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, കുറേ നാളുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കളഞ്ഞു, വൈറ്റ് ആയതുകൊണ്ട് തന്നെ അഴുക്ക് പിടിക്കുന്നുണ്ട്. പിന്നെ നമുക്കത് കഴുകാനായിട്ട് കുറച്ച് പാടാണ്. ഇടയിലൊക്കെ അഴുക്ക് പിടിക്കുമ്പോൾ കഴുകാൻ കുറച്ച് പാടുണ്ട്. എന്നാലും കുറേ നാൾ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കളഞ്ഞിട്ട് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളെ ഈ സ്ലേവ് അതുപോലെ ഗ്യാസ് സ്റ്റവ് ഒക്കെ തേച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഐക്യയുടെ കത്തി കണ്ടില്ലേ, ഇതിന് 2 എണ്ണത്തിന് 4 റിയാലാണ് വരുന്നത്. പിന്നെ ദാ ഈ ഒരു സാധനം, ഇതും നമ്മളിവിടെ വന്ന സമയത്ത് വാങ്ങിയത്. ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുള്ള കവറൊക്കെ ഇട്ട് വെക്കൂലേ, ആ ഒരു സംഭവമാണ് ഇട്ടത്. അതിങ്ങനെ ഇട്ട് വെക്കുക, ആ ഹോളിൽ കൂടെ നമുക്ക് വേണ്ട കവറുകൾ വലിച്ചെടുക്കാം.
ഇനി ഇവിടെ കുറച്ച് കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ കുട്ടികളുടെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും അതിനുവേണ്ട സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ വലിയ കണ്ടെയ്നർ ബോക്സ് കണ്ടില്ലേ, ഇതിനൊക്കെ 15 റിയാലാണ് കേട്ടോ വരുന്നുള്ളൂ. ഇത് അത്യാവശ്യം വലുതാണ്. ഇപ്പം ഏകദേശം സെക്കൻഡ് ഫ്ലോറിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് നമ്മൾ താഴെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇറങ്ങാണ്. അപ്പം ഇറങ്ങണോടത്ത് ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഈ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് അടച്ച് ക്ലിപ്പ് ഇട്ട് വെക്കുന്ന സംഭവമാണ് കേട്ടോ. അതിന് 7.50 വരുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറേ പ്ലേറ്റുകൾ, ബൗള്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ലഞ്ച് ബോക്സിന്റെ കവറില്ലേ, ഇത് നമ്മൾ ഒരു 3 മാസം മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ടിട്ട് നമ്മളത് കഴുകിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ഒരു കംപ്ലൈൻറ്റും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾ മുകളിൽ കണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ കണ്ടെയ്നറുകൾ കണ്ടില്ലേ, ഇത് ചെറുതിന് 5 റിയാല്, വലുതിന് 10 റിയാല് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മുകളിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ടിരിക്കുന്നത്. ഈ ചവിട്ടിക്കൊക്കെ 5 റിയാലാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ 5 റിയാലിനുണ്ട്. പിന്നെ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ. ഇത് ഒരെണ്ണത്തിന് 4 റിയാലാണ് വരുന്നത്. ഇത് വൈറ്റിലും ഉണ്ട് ബ്ലാക്കിലും ഉണ്ട്. പിന്നെ നമ്മുടെ ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യില്ല, ആ ഒരു ഇതാണ് കേട്ടോ. അതിന് 3.50 റേറ്റ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞു പാത്രം കണ്ടില്ലേ, ഇത് 3 എണ്ണം കേട്ടോ. ഇത് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 3 എണ്ണത്തിന് 2 റിയാലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഗ്ലാസ്സില്ലേ, ഇത് 3 റിയാലാണ് കേട്ടോ ഒരെണ്ണത്തിന് വരുന്നത്. അപ്പം ഇത് നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മളതിൽ ഉണ്ട് ഇങ്ങനത്തത്, പക്ഷേ കുറച്ച് വലുതാണ്. അപ്പം ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ അതിനകത്ത് ജ്യൂസൊക്കെ വെച്ച് വെക്കുമ്പോൾ അതിനകത്ത് പകുതി ബാക്കിയാവും, കാരണം അത് ഒത്തിരി വലുതായതുകൊണ്ട്. അപ്പം ചെറുത് കണ്ടപ്പോൾ അത് നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാത്രമില്ലേ, ഇതും നമ്മുടെ കയ്യിൽ കുറേ നാളായിട്ട് അറിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ ഹെന്നയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അത് ഒരെണ്ണത്തിന് 9.50 കേട്ടോ വരുന്നത്. പിന്നെ ഇതുപോലത്തെ കുറേ ബൗളും കാര്യങ്ങളൊക്കെ 1 റിയാലിൻ്റെ 2 റിയാലിൻ്റെ അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ.
പിന്നെ ഇത് 3 റിയാലിന്റെ കപ്പാണ് കേട്ടോ. ഇതിന്റെ നീല, വെള്ള, ക്രീം ഇങ്ങനെ 3 എണ്ണമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇത് അതിന്റെ കുറച്ച് വലുതാണ് കേട്ടോ. അതിന് 5 റിയാലാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ കത്തി മുറിച്ചോട്ടൂലേ, ആ സാധനമാണ് കേട്ടാ. പിന്നെ പല മോഡലിലുള്ള കത്രികകളുണ്ട് മീനൊക്കെ മുറിക്കിനെ. അതെല്ലാം 9.50 കേട്ടാ ഓരോന്നിനും. പിന്നെ ഈ ഒരു വുഡന്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് കട്ട് ചെയ്യുക, അടിയിൽ പാത്രം വെച്ച് കൊടുക്കുക, നേരെ അതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക. പിന്നെ ഇതായിരിക്കുന്ന റാക്ക് കണ്ടില്ലേ, ഇതിന് 16.50 കേട്ടോ. ഇത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. പിന്നെ ഈ ലോണ്ടറിയുടെ ഒക്കെ ഐറ്റംസ് ഉള്ള ഒരു സെക്ഷനാണ് കേട്ടോ അത്. ഈ ഒരു തുണികളൊക്കെ ഇടുന്ന സ്റ്റാൻഡില്ലേ, ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ലോണം നിൽക്കും. ഇതിന് 15 റിയാലാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിന് വരുന്നത്. നമ്മുടെ മുമ്പ് ഇതാണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ വേറെയാണ് കേട്ടോ ഉള്ളത്. ഇനി കുറെ പലതരത്തിലുള്ള ലൈറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടാ. നമ്മുടെ വീട്ടിലേക്കൊക്കെ പറ്റിയ ഒരുപാട് മോഡലുകളുണ്ട്. പിന്നെ ഇത് ഫോട്ടോ ഫ്രെയിമിന്റെ ഒക്കെ ഒരു സെക്ഷനാണ് ഇവിടെ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കണുള്ളൂ. കുറെ ഭാഗങ്ങളൊക്കെ ഓടിച്ച് കാണിക്കണുള്ളൂ. കാരണം 10 മണിയാകുമ്പോഴത്തേനും അവർ അനൗൺസ് ചെയ്ത് തുടങ്ങും ക്ലോസ് ചെയ്യാനായി എന്നുള്ളത്. അപ്പൊ ഏകദേശം ആ സമയമായിട്ടുണ്ട്, അനൗൺസ്മെന്റ് വന്നും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടാ. പെട്ടെന്ന് കണ്ടപ്പോൾ ഫ്രഷ് പൊതിനാന്ന് വെച്ചിട്ട് ഓടിപ്പോയിട്ട് എടുത്തതാണ്. അത് പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നു. കുറേ പ്ലാന്റ്സ് ഒക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇനി ഇവിടെ മൊത്തം പലതരത്തിലുള്ള ക്യാൻഡിലിന്റെ ഒരു കലവറ തന്നെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും.
നമ്മൾ ഇപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. ഇതിന് മുമ്പ് വന്നപ്പോൾ മേടിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിലും കിച്ചണിലൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും കേട്ടോ. ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല കേട്ടോ. ഇത് നല്ല അസല് ഒറിജിനൽ ചെടികളാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവനും. അങ്ങനെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പേയ്മെന്റിന്റെ അവിടേക്കാണ് പോണത്. ഈ പോണ വഴിയിൽ നമ്മൾ ഈ കണ്ട സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോണ വഴിക്ക് കാണുമ്പോൾ എടുത്തിടാലോ. ആ ഒരു ഇതിലാണെന്ന് തോന്നുന്നു. ഈ പേയ്മെന്റിന്റെ അവിടേക്ക് പോണ സെക്ഷനിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അവിടെ പേയ്മെന്റിന്റെ സെക്ഷനിലും ഇതുപോലെ കുറേ ഇരിക്കുന്നുണ്ട്. നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ 2 ഗ്ലാസും, പിന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കണ്ടെയ്നർ ബോക്സില്ലേ അതും. ഇത്രയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ മേടിച്ചിങ്ങാണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിങ്ങാണ്ട് അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തു. ഒരു വാനില ചോക്ലേറ്റ് മിക്സും ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കറങ്ങുന്നത് സോസേജ് ആണ് കേട്ടോ. അപ്പൊ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.